AP വിഭാഗം സമസ്തയിലെ ഒരു പ്രമുഖ നേതാവാണല്ലോ അലവി സഖാഫി. അലവി സഖാഫിയുടെ ഒരു പ്രസംഗം നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. മാത്തോട്ടം എഴുതിയ ഒരു പുസ്തകത്തിൽ, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അവതാരികയോട് കൂടി എഴുതിയ പുസ്തകത്തിൽ ചെണ്ട അതുപോലെ തന്നെ മദ്ദളം മുതലായ ആനകളും ജായിസാണ് എന്ന് അദ്ദേഹം എഴുതിയതായിട്ടാണ്. ഇതിനെക്കുറിച്ച് എന്ത് പറയുന്നു? എന്തൊക്കെ ജായിസാന്ന് പറഞ്ഞതൊക്കെ ഞാൻ പറഞ്ഞതിൽ ഒരു കളവുണ്ട്. അതായത് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അവതാരിക എഴുതിയത് എന്ന് പറഞ്ഞത് ശരിയല്ല. അത് ചാലിയത്ത് AP അബൂബക്കർ മുസ്ലിയാർ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, അയാൾ എഴുതിയതാണ്, അയാളാണ് അവതാരിക എഴുതിയത്. AP എന്ന് പറയുമ്പോൾ കാന്തപുരം എന്ന് പറയുന്ന AP കാണുമ്പോൾ ഈ കാന്തപുരം എന്ന് പറയിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് മുജാഹിദുകളെ ഞങ്ങൾ എത്തിച്ചു എന്നതാണ് ഞങ്ങളുടെ ഉറപ്പില്ലാതെ മുജാഹിദുകൾ അവരുടെ പ്രസിദ്ധീകരണത്തിൽ ഈ ലക്കം എഴുതിവിട്ടിട്ടുണ്ട്. ഉറപ്പ് വേണ്ടേ അവർക്ക്? കാന്തപുരം എന്ന പുസ്തകത്തിൽ ഇല്ല, അതിലുള്ളത് AP അബൂബക്കർ മുസ്ലിയാർ. അത് ചാരിയത്തിന്റെ ഒരു AP ഒരു സാധു മനുഷ്യൻ, അയാളെ എഴുതിയതാണ്. ഏതോ ആവട്ടെ, പറഞ്ഞു നമുക്ക് നോണ പറയുകയാണെങ്കിലും വേണേലും ഉഷരം പൊളി. നോണ പറയണേന് വേണേലും ഒരു ഉശ്രം പൊളിയും എന്നാണ്. ആരാ നോണ പറയുന്നത്? ഈ അലവി സഖാഫി പറയുന്നു ആ പുസ്തകത്തിൽ കാന്തപുരം എന്നില്ല, മറിച്ച് അത് ചാലിയത്തുള്ള ഒരു AP അബൂബക്കർ മുസ്ലിയാരുണ്ട്, അദ്ദേഹം എഴുതിയതാണ്. അത് കാന്തപുരത്തിന്റെ പേരിൽ നിങ്ങളാക്കുകയാണ്. അതിൽ ഞങ്ങൾക്ക് ഭയങ്കര ഇതുണ്ട്. അബൂബക്കർ മുസ്ലിയാരിന് കാണുമ്പോഴത്തേക്ക് കാന്തപുരാണ്, നിങ്ങളെ കൊണ്ട് ഞങ്ങൾ പറയിപ്പിച്ചല്ലോ എന്നാണ്. ഇതാണ് ആ പുസ്തകം. K. മുഹമ്മദ് കോയ മാത്തോട്ടം എഴുതിയ പുസ്തകമാണിത്. ഈ പുസ്തകത്തിന്റെ അവതാരിക നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഈ പുസ്തകത്തിന് അവതാരിക എഴുതിയതാരാ? മലയാളം അറിയുന്ന ഏത് കുട്ടിക്കും വായിക്കാം. വിനീതൻ AP അബൂബക്കർ മുസ്ലിയാർ MFB 1773 കാന്തപുരം. അലവി സഖാഫി എന്താ പറഞ്ഞത്? നുണ പറയാ ഉശിരും പുളിയൊക്കെ വേണമെന്ന് പറഞ്ഞ ആളെ എന്താ പറഞ്ഞത്? ആ പുസ്തകത്തിൽ കാന്തപുരം എന്നില്ല, അത് ചാലിയത്തുള്ള അബൂബക്കർ മുസ്ലിയാരാണ്. ചാലിയത്തുള്ള അബൂബക്കർ മുസ്ലിയാരാണോ കാന്തപുരം എന്ന് ഡേറ്റിട്ട് അവതാരിക എഴുതിയത്? തീർന്നില്ല, ഒരിടത്തല്ല. ഇതിന്റെ ഈ പുസ്തകം എഴുതിയ K. മുഹമ്മദ് കോയ മാത്തോട്ടം ഈ പുസ്തകത്തിന്റെ ആമുഖമെഴുതിയടുത്ത് രേഖപ്പെടുത്തിയ നോക്കൂ നിങ്ങൾ, അവിടെയും കാണാം. എന്താ എഴുതിയത്? ഇതിന്റെ ആമുഖം രേഖപ്പെടുത്തിയടുത്ത് അദ്ദേഹം പറയുന്നു, ബഹുമാന്യ സ്നേഹിതനായ ജനാബ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അന്ന് എഴുതിയ അവതാരികയോടെ തന്നെയാണ് ഇതിന്റെ പ്രസാധകർ ഇപ്പോൾ പ്രസിദ്ധീകരിക്കുന്നത്. കാന്തപുരം മുജാഹിദുകൾ ഉണ്ടാക്കിയതാ? കളവ് പറയുന്നതിന് ഒരു മര്യാദ വേണ്ടേ? നിങ്ങൾ കേട്ടല്ലോ, അത് പറയുമ്പോ അനുയായികളുടെ തക്ബീർ. നുണയുടെ ആളുകൾ വിശ്വസിക്കുന്നതൊക്കെ ഈ തക്ബീർ ചെല്ലുന്ന അനുയായികളിലാണ്. അത് കാന്തപുരായാലും വിസ്ഡായാലും ഒക്കെ ഈ ജാതി തക്ബീർ ചെല്ലുന്ന ചില അനുയായികളുണ്ട്. സോഷ്യൽ മീഡിയയിൽ എന്ത് നുണ കിട്ടിയാലും പ്രചരിപ്പിക്കാൻ തയ്യാറായ, ഞാൻ കഴിഞ്ഞ ദിവസം എറണാകുളത്ത് വെച്ച് പറഞ്ഞതുപോലെ, സോഷ്യൽ മീഡിയയുടെ ഭാഷയിൽ പറഞ്ഞാൽ അടിമകളായ ചില ആളുകൾ, ആ അടിമകളായി തക്ബീർ ചൊല്ലിയത്. എന്നാ ആ പുസ്തകത്തിൽ ഒന്ന് നോക്കാൻ ഇവർ തയ്യാറാവണ്ടേ? ഈ പുസ്തകത്തിൽ 2 സ്ഥലത്ത് പറയുന്നു ഇത് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരൻ. ഇതല്ല നമ്മളുടെ വിഷയം. പറഞ്ഞത് എത്രമാത്രമാണ് ഈ ആളുകൾ നുണ പറയുന്നത്, നുണ പ്രചരിപ്പിക്കുന്നത് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്. എന്നിട്ട് ആ പുസ്തകത്തിലുള്ള കാര്യത്തെക്കുറിച്ച് ചോദ്യം വന്നപ്പോ അതിനെ അലവി സഖാഫി പറയുന്ന ന്യായമാണ് നമ്മളുടെ വിഷയം. ഞാൻ പറഞ്ഞല്ലോ, ദുരിയായ അതായത് നടു കുടുങ്ങിയതും 2 ഭാഗം വിശാലമല്ലാത്തതുമായ ചെണ്ട, വലിയ ചെണ്ട, അത് മുട്ടാ കുഴപ്പമില്ല. എഴുതിക്കെന്താ? അപ്പൊ പുസ്തകത്തിലുള്ള നിയമവും തമ്മിൽ എതിർപ്പില്ല. ഇടുമ്പോ വലിയ വിഷയം തന്നെയാണ്, ഇടുങ്ങൽ വലിയ വിഷയം തന്നെയാണ്. പറയുന്നത് അത് കേൾക്കുകയാണ്. അപ്പൊ മുമ്പര് പറയുന്നത് ചെണ്ട മുട്ടണതിന് കുഴപ്പമില്ല, ഈ പുസ്തകത്തിലുള്ളതാണ്. ഈ പുസ്തകത്തില് നേർച്ചയിൽ നടക്കുന്ന പട്ടാമ്പി നേർച്ചയുടെ രംഗം കാണുമ്പോ, കൊണ്ടോട്ട് നേർച്ചയിലെ കൂത്താട്ടം കാണുമ്പോ, കൂറ്റനാട് നേർച്ചയിലെ ആഭാസങ്ങൾ കാണുമ്പോ ഈ മുസ്ലിംമാര് പറയും ഞങ്ങൾ അതിനൊക്കെതിരാണ്, ആ ചെണ്ടമുട്ടും അതേപോലെയുള്ള ഏർപ്പാടും അതിനൊക്കെ ഞങ്ങൾ എതിരാണോ? ഒരിക്കലും എതിരല്ല. എന്താ കാര്യം എന്നറിയോ? ഈ പുസ്തകത്തിൽ പറയുന്നു ചെണ്ടമുട്ട് കൂബത്ത് ഒഴികെയുള്ള എല്ലാ ചെണ്ടമുട്ടുകളും ഹലാലാണെന്നതിൽ റാഫി ഇമാമും നവമി ഇമാമും ഒത്തിരിക്കുന്നു. 2 ഇമാമിങ്ങൾ ഒത്താ പിന്നെന്താ വേണ്ടത്? ഒരു ഇമാമ് പറഞ്ഞാൽ തന്നെ ധാരാളമായി ഇവർക്ക്. ഒരു ഇമാമ് പറഞ്ഞാൽ തന്നെ ധാരാളാണ്. അവിടെയാണ് നവവി ഇമാമും റാഫി ഇമാമും ഒത്തിരിക്കുന്നത്. എന്ത്? തുടി ഒഴികെയുള്ള എല്ലാ ചെണ്ടമുട്ടുകളും ഹലാലാണ്.
എന്ന് മിൻഹാജിലും അതിന്റെ ശറഹായ തുഫയിലും നിഹായ മുഗ്നി സിറാജുൽ വഹാജ് മുതലായവകളിലും പറഞ്ഞിരിക്കുന്നു. മൻഹജിന്റെ ഹാഷിയയിൽ അല്ലാമ ബുജൈരിനി ദുടിയല്ലാത്ത എല്ലാ ചെണ്ടകളും ഹലാലാണെന്നാണ് നിയമം എന്നും പറഞ്ഞിട്ടുണ്ട്. ശൈഖന്മാരുടെ മഖ്ബറ സ്ഥലത്ത് വെച്ച് ചെണ്ടമുട്ട് ജായിസോ മക്റൂഹോ ഹറാമോ വിലങ്ങേണ്ടതോ എന്ന് അല്ലാമ റംലി തങ്ങളോട് ചോദിക്കപ്പെട്ടതിന് ദുടിയല്ലാത്ത എല്ലാ ചെണ്ടമുട്ടും ഹലാലാകുന്നു, ഇരുഭാഗം വട്ടമൊത്തതും നടുകുടുങ്ങി നീളത്തിലുള്ളതുമായ ദുടിമുട്ടൽ ഹറാമാകുന്നു, വിരോധത്തിന്റെ ചെണ്ടകളല്ലാത്ത ചെണ്ടകൾ മുട്ടുന്നതിന് വിലങ്ങപ്പെടുന്നതല്ല, ദുടി വിലങ്ങേണ്ടതാണ്. പോരെ, പിന്നെ ചെണ്ടമുട്ട എന്തിനാ വേറെ സർട്ടിഫിക്കറ്റ്? ചെണ്ടമുട്ടുന്നതിന് ഒരു കുഴപ്പമില്ല. പിന്നെ ആളുകൾ തുള്ളിനതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? റാത്തീബിൽ വരെ ആളുകൾ തുള്ളുന്നുണ്ടല്ലോ, തുള്ളിന് കുഴപ്പമില്ല. പിന്നെ എന്താ ഇതിലെ ഹറാമുള്ളത്? എല്ലാ കാര്യങ്ങൾക്കും, ഈ നേർച്ച സ്ഥലത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ഇവർ അനുവാദം നൽകിയത്